അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മൗലാന മൗദൂദിയുടെ ജീവിതം വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ എന്നതുപോലെ തന്നെ സാമൂഹിക, രാഷ്ട്രീയ, അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഒരുപോലെ ഇടപെട്ട ഒരു പണ്ഡിത അനുഭവവും കൂടിയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പോലും തൻ്റേതായ കാഴ്ചപ്പാടുകൾ മുന്നിൽ സമർപ്പിക്കുകയും വളരെ കാര്യക്ഷമമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് മൗലാന മൗദൂദിയുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ആയിരിക്കുമ്പോൾ പോലും ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെയുള്ള മുസ്ലിം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ലോക വിഷയങ്ങളിൽ, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ, മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലും തൻ്റേതായ അഭിപ്രായങ്ങൾ മുന്നിൽ സമർപ്പിക്കുകയും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നത് മൗലാന മൗദൂദിയുടെ നിത്യചര്യയായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയിൽ ഫലസ്തീൻ വിഷയത്തെ നമുക്ക് കാണാം. മൗലാന മൗദൂദിയുടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട നിരവധി രചനകളും ചിന്തകളും അഭിമുഖങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. തഫീമുൽ ഖുർആനിൽ, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ബനു ഇസ്രായേലിൽ നിന്നായതുകൊണ്ട് തന്നെ ബനു ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ അതിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ പിന്നീട് ഇങ്ങോട്ട് ബനു ഇസ്രായേൽ സമൂഹത്തിൽ വന്ന ഓരോ പ്രവാചകന്മാരെക്കുറിച്ചും ആ പ്രവാചകന്മാരെ ബൈബിളിൻ്റെയും ഖുർആനിൻ്റെയും താരതമ്യം പഠനം നടത്തിക്കൊണ്ടും എങ്ങനെയാണ് ഇസ്ലാം പ്രവാചകന്മാരെ, പ്രത്യേകിച്ച് ബനു ഇസ്രായേലി പ്രവാചകന്മാരെ ചിത്രീകരിക്കുന്നത് എന്നും മൗദൂദ് സാഹിബ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ബനു ഇസ്രായേൽ സമൂഹത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ പഠനങ്ങൾ, പാഠ്യങ്ങൾ, അതിനോടുള്ള ആ സമൂഹത്തിൻ്റെ പ്രതികരണങ്ങൾ, പിന്നീട് യഹൂദ വിഭാഗങ്ങളുടെ രൂപീകരണം, അതിനുശേഷം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ, ജീസസിൻ്റെ വരവും അതിനോടനുബന്ധിച്ചുണ്ടായ മാറ്റങ്ങളും, ആ ഒരു വിഷയത്തിൽ പിന്നീട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ രൂപീകരണം എന്നൊക്കെ വിശദമായി കിടക്കുന്ന ബനു ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ മൗലാന മൗദൂദി തൻ്റെ രചനകളിൽ, പ്രത്യേകിച്ച് തഫീമുൽ ഖുർആനിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ മറ്റു രചന എന്ന നിലയിൽ നസ്രാനിയ, ക്രിസ്ത്യാനി സമൂഹത്തെക്കുറിച്ചിട്ടുള്ള സ്വതന്ത്രമായ രചനയും, അതുപോലെ തന്നെ യഹൂദരും ജൂതമതവും ക്രിസ്തുമതവും എന്ന പേരിൽ, യഹൂദിയ വ നസ്രാനിയ എന്ന് പറയുന്ന പേരിൽ മറ്റൊരു രചനയും മൗലാന മൗദൂദി നടത്തിയതായി നമുക്ക് കാണാം. ഈ രചനകളിലും അതുപോലെ തന്നെ സഹനയെ അഖസ, ദ ട്രാജഡി ഓഫ് പാലസ്റ്റൈൻ എന്ന പേരിൽ മൗദൂദ് സാഹിബ് എഴുതിയ മറ്റു രചനയിലും ആധുനിക ഫലസ്തീൻ സമൂഹം എത്തി നിൽക്കുന്ന വിഷയവും അതിന് കാരണമായ ചരിത്ര പശ്ചാത്തലവും അതിന് കാതലായി വർത്തിച്ച വിവിധ വിഭാഗങ്ങളെയും, സയോണിസ്റ്റും ബ്രിട്ടീഷ് സാമ്രാജ്യം അതുപോലെ തന്നെ മറ്റ് ഇതര ശക്തികളെയും വിശദീകരിച്ചു കൊണ്ട് തന്നെ ദ ട്രാജഡി ഓഫ് പാലസ്റ്റീൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ബുക്കിലും വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. മൗലാന മൗദൂദ് നടത്തിയ പ്രഭാഷണങ്ങളിലും മറ്റ് ചില എഴുത്തു പരിപാടികളിലുമെല്ലാം ഈ വിഷയം വേറെയും പരാമർശിക്കുന്നത് നമുക്ക് കാണാം. മൗദൂദ് സാഹിബിൻ്റെ നമ്മൾ നേരത്തെ പരാമർശിച്ച ആ രചനയിൽ തന്നെ, ദ ട്രാജഡി ഓഫ് പലസ്തീൻ എന്ന് പറയുന്ന രചനയിൽ മൗലാന മൗദൂദി പ്രധാനമായും ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് യഹൂദന്മാരുടെ വരവും അതോടുകൂടി അതിനോടനുബന്ധിച്ച് പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന പലസ്തീനിലെ സയോണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്ന വിഷയത്തെ മൗലാന മൗദൂദി വിശദമായി സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഈ രചനയിൽ യഹൂദർ, ജൂഷ് എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം അതിൻ്റെ ആമുഖത്തിൽ പ്രസാധകർ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് സയോണിസ്റ്റുകളെ കുറിച്ചാണെന്നും ദേശീയവാദ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുത്തുകയും അതിന് മതവുമായി ബന്ധമില്ലാതെയും
അതിന് യഹൂദരെ, വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദ ജനവിഭാഗത്തെ ഫലസ്തീനിൽ കുടിയിരുത്തുവാൻ തയ്യാറെടുത്ത ആ ദേശീയവാദ പ്രസ്ഥാനത്തെ കുറിക്കുവാനാണ് യഹൂദർ എന്നുള്ള പദം അദ്ദേഹം ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം 1960-കൾക്ക് ശേഷം ഫലസ്തീൻ ഭാഗങ്ങളിൽ സംഭവിച്ച വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൗലാന മൗദൂദി ഈ രചന നടത്തുന്നത്. 1969 മസ്ജിദുൽ അഖ്സയെ കുറിച്ച് അവിടെ കത്തിക്കാൻ ശ്രമം നടത്തുകയും അതിൻ്റെ ഫലമായി ലോക മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ പ്രതികരണങ്ങൾ രൂപപ്പെടുകയും ചെയ്ത ഒരു വിഷയവും കൂടുണ്ട്. ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൗലാന മൗദൂദി ഈ രചന നിർവഹിക്കുന്നത് തന്നെ. ഡെനീസ് മൈക്കൽ റോഹൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ടൂറിസ്റ്റ്, അതായത് സയോണിസ്റ്റുകളുടെ പിൻബലത്തോടു കൂടി ഈ മനുഷ്യൻ ഓഗസ്റ്റ് 23 അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് മസ്ജിദുൽ അഖ്സ കത്തിക്കുകയും അത് കർത്താവിൻ്റെ താല്പര്യപ്രകാരമാണെന്ന് വാദിക്കുകയും ജീസസ് ക്രൈസ്റ്റിൻ്റെ രണ്ടാം വരവിന് സഹായകമാകും എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇയാൾ അത് കത്തിക്കാനും ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവിടെ വീണ്ടും സുലൈമാൻ്റെ, അതായത് സോളമൻ്റെ ഹൈക്കൽ മന്ദിരം നിർമ്മാണം അത് ത്വരിതഗതിയിലാക്കും എന്നുള്ളൊരു വാദഗതിയും കൂടി ഇയാൾ മുന്നോട്ട് വെച്ചതായി അന്നത്തെ പത്രമാധ്യമങ്ങൾ വിശദീകരിക്കുന്നുവെന്ന് മൗലാന മൗദൂദി അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൗലാന മൗദൂദി ഈ രചന നിർവഹിക്കുന്നത്. ഈ ബുക്കിൽ തന്നെ പ്രധാനമായും എന്തുകൊണ്ട് ഈ ബുക്കിൻ്റെ പ്രാധാന്യമെന്ന് മൗദൂദി സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 വർഷത്തിലധികം തൻ്റെ ഖിബിലയായി സ്വീകരിച്ച മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ ആ മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് ആകാശയാത്ര ഇസ്രാ മിഅ്റാജ് നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ അത് ആദ്യ ഖിബില എന്ന നിലയിലും വിശ്വാസികളുടെ ആദർശ വിശ്വാസപരമായി തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്, പുണ്യഗേഹമാണ് എന്നത് അത് അനിവാര്യമായും ഓരോ വിശ്വാസിയും മനസ്സിലാക്കണമെന്നും മൗദൂദി സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മനസ്സിൽ ഒരു തരിയോളം വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ പോലും അതിനെ സംരക്ഷിക്കാൻ തയ്യാറെടുക്കുകയും അതല്ല എങ്കിൽ മുഴുവൻ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അത് വലിയൊരു അപമാനമായും തകർച്ചയായും മാറുമെന്നും മൗലാന മൗദൂദി 1969 പശ്ചാത്തലത്തിൽ എഴുതുന്നത് നമുക്ക് കാണാം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൗലാന മൗദൂദി ബനു ഇസ്രായേലികളുടെ അവരുടെ ചരിത്രഗതിയെ വിശദീകരിക്കുന്നത് സൂറത്തുൽ ഇസ്രായിലെ ആദ്യത്തെ 8 ആയത്തുകളിൽ നമുക്ക് കാണാം. വഖളൈന ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മർറത്തൈനി വലതഅലുന്ന ഉലൂവൻ കബീറ എന്ന് പറയുന്ന ആയത്ത് മുതൽ ആസാ റബ്ബുക്കും അയ്യർഹമുക്കും വൈൻ ഉത്തും ഉദ്ന വജാൽന ജഹന്നമ ലിൽ കാഫിരീന ഹസീറ എന്ന് പറയുന്ന സൂറത്തുൽ ഇസ്രായിലെ 8 ആയത്ത് വരെ മൗലാന മൗദൂദി അവരിൽക്കിടയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട 2 സംഭവവികാസങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. 2 ചരിത്രഘട്ടങ്ങളിൽ ബനു ഇസ്രായേലികൾക്ക് വലിയ ചരിത്രപരമായ ആഘാതം നേരിട്ടതായി ഈ ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് സൂറത്തുൽ ഇസ്രായിലെ 3-ാമത്തെ ആയത്തിൽ വൈദാ ജാഅ വഅദു ഉലാഹുമാ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസുൻ ഷദീദ് ഫജാസു ഖിലാല ദിയാർ വകാന വഅദൻ മഫ്ഊല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അവർക്ക് ആദ്യത്തെ ഒരു ക്ഷതം ഏൽക്കുമെന്നും നിങ്ങൾക്കെതിരെ നമ്മളുടെ പരാക്രമശാലികളായ അടിമകളെ നിയോഗിച്ചു, അവർ നിങ്ങളുടെ ദേശത്ത് നുഴഞ്ഞു കയറി നാനാ ദിക്കുകളിലും വ്യാപിച്ചു, അനിവാര്യമായി പുലരേണ്ടിയിരുന്ന വാഗ്ദത്തമായിരുന്നു അത് എന്ന് ആ ആയത്തിൽ പറയുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നുണ്ട്, ബൈബിളിലും അടക്കം ഇതേ ആദ്യത്തെ കുഴപ്പത്തെക്കുറിച്ചും പല ഭാഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അത് സങ്കീർത്തനങ്ങൾ, യെശയ്യാവ്, ഇരമ്യാവ്, എസക്കിയേൽ എന്നീ തുടങ്ങുന്ന ബൈബിളിൻ്റെ പ്രധാന ചാപ്റ്ററുകളിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുപോലെ 2-ാമത്തെ കുഴപ്പത്തെക്കുറിച്ചും ഈസാ നബിയുടെ, ജീസസിൻ്റെ താക്കീതുകളെക്കുറിച്ച് മത്തായിയും ലൂക്കോസും അവരവരുടെ സുവിശേഷങ്ങളിൽ ഉൾക്കൊള്ളിച്ചതായി മൗദൂദി സാഹിബ് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും അതായത് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ വിനാശത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ താക്കീത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യഹോവ ആജ്ഞാപിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല, മറിച്ച് അവർ ജാതികളോട് കലർന്ന് അവരുടെ പ്രവൃത്തികൾ ശീലിച്ചു, അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു, അത് അവർക്ക് കെണിയായി ഭവിച്ചു. അവർ പുത്രീപുത്രന്മാരെ പിശാചുക്കൾക്ക് ബലി കഴിച്ചു,
അവർ കുറ്റമറ്റ രക്തം ചൊരിഞ്ഞു. കനാനിലെ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ച് പുത്രീപുത്രന്മാരുടെ രക്തം. ദേശം രക്തം കൊണ്ട് അശുദ്ധമായി. തങ്ങളുടെ പ്രവൃത്തികളാൽ അവർ അശുദ്ധരായി. അവയിൽ അവർ പരസംഗം ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. തൻ്റെ അവകാശത്തെ അവർ കഠിനമായി വെറുത്തു. അവൻ അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവരെ പകച്ചവർ അവരെ ഭരിച്ചു. സങ്കീർത്തനത്തിലെ പ്രധാന ഈ ഭാഗങ്ങൾ അവിടെ ദാവീദ്, അതായത് ദാവൂദ് അലൈഹിസ്സലാം ഒരു ഭൂതകാല ക്രിയയിലാണ് വിവരിച്ചിരിക്കുന്നത്. സംഭവിച്ചത് പിന്നീടാണെങ്കിലും സാധാരണ ദൈവിക ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേക വിവരണ ശൈലിയാണല്ലോ അത്, ഭാവിയെ ഭൂതകാലത്തിൽ പരാമർശിക്കുക എന്ന്. മധു സാഹിബ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ യെശയ്യാവിലും ഈ വിഷയം തന്നെ വേറെ മറ്റ് പല രീതിയിൽ പറയുന്നുണ്ട്. യെശയ്യാവിൽ 1-ാമത്തെ ചാപ്റ്ററിൽ അത് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. പിന്നീട് ഭയങ്കരമായ കുഴപ്പം ദൃശ്യമായപ്പോൾ അതിൻ്റെ അനന്തരഫലമായി വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യെശയ്യാ നബി, അതായത് യെശയ്യാവ് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ അറിയിക്കുന്നു: അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് എന്ന് യെശയ്യാവിലെ 1-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നു. അതുപോലെ തന്നെ യെശയ്യാവിലെ 2-ാമത്തെ ചാപ്റ്ററിൽ കിഴക്ക് നിന്നുള്ള പ്രശ്നക്കാരും ഫിലിസ്ത്യരെ പോലുള്ള ശകുനം പറച്ചിലുകാരും അവരുടെ ഇടയിൽ നിറഞ്ഞിരിക്കുന്നു. അവൾ പരദേശികളുമായി കൈകോർത്തു പിടിക്കുന്നു. അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയുടെ മുമ്പിൽ, സ്വന്തം കൈവിരലുകൾ കൊണ്ട് രൂപം കൊടുത്തവയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു എന്ന് യെശയ്യാവിലും 2-ാമത്തെ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസെക്കിയയിലും യിരെമ്യാവിലും ഇതേ വിഷയങ്ങൾ, ആദ്യത്തെ വിനാശത്തെക്കുറിച്ചുള്ള താക്കീതുകൾ അവരവരുടെ പ്രവാചകന്മാർ നൽകുന്നതായി ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, അതായത് പഴയ നിയമത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. രണ്ടാമത്തെ ഗുരുതരമായ കുഴപ്പത്തെക്കുറിച്ചും അതിൻ്റെ ഭീകരമായ അനന്തരഫലത്തെക്കുറിച്ചും ജീസസ് ക്രൈസ്റ്റ്, ഈസാ അലൈഹി സ്വലാം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ തൻ്റെ ജനതയുടെ കഠിനമായ ധർമ്മച്യുതിയെ നിരൂപണം ചെയ്ത ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ജെറുഷലേമേ ജെറുഷലേമേ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അത് മത്തായിലെ 23-ാമത്തെ ചാപ്റ്ററിലാണ്. അതുപോലെ തന്നെ 24-ാമത്തെ ചാപ്റ്ററിൽ കല്ലിൽ ഒരു കല്ലും ശേഷിക്കാതെ ഇവയെല്ലാം തകർക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു എന്ന് മധു സാഹിബ് ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവർക്കിടയിൽ സംഭവിച്ച രണ്ടാമത്തെ ഭീകരമായ കുറ്റത്തെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ അവർക്ക് യഹൂദന്മാർക്ക് സംഭവിച്ച ഒരു വിനാശം എന്ന് പറയുന്നത് അത് അസീര്യൻ ബാബിലോണിയൻ ചക്രവർത്തി സാമ്രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അവർക്ക് ഭീകരമായ അക്രമമാണ് ആ സമയത്ത് അവർക്ക് അന്ന് നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ അക്രമമായി അവർക്ക് നേരിടേണ്ടി വന്നത് ഈ ക്രിസ്താബ്ദം 70-ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏകദേശം 1,33,000 ആളുകൾ മരണപ്പെട്ടു. 67,000 ആളുകൾ തടവിലാക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അടിമകളായി ഈജിപ്തിലേക്ക് അയക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ആംഫി തിയേറ്ററുകളിലും കൊളോസിയങ്ങളിലും വന്യമൃഗങ്ങളുമായി മൽപ്പിടുത്തം നടത്തി ചത്തുവീഴാനും ആയുധാഭ്യാസികൾക്ക് നൈപുണ്യം പരീക്ഷിക്കാനുമുള്ള ഉന്നമായിരിക്കാനും വിവിധ പട്ടണങ്ങളിലേക്ക് അയക്കപ്പെടുകയുണ്ടായി. ആരോഗ്യവും സൗന്ദര്യവുമുള്ള പെൺകുട്ടികളെയെല്ലാം ജേതാക്കൾ സ്വന്തമാക്കി. ജെറുസലേം പട്ടണവും ഹൈക്കലും തരിപ്പണമാക്കി. പിന്നീട് 2000 വർഷം വരെ തല ഉയർത്താൻ സാധിക്കാത്ത വിധം ജൂതന്മാരുടെ സർവ്വവിധ അടയാളങ്ങളും തുടച്ചു നീക്കപ്പെട്ടു. ജെറൂഷലേമിലെ വിശുദ്ധ ഹൈക്കൽ പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടില്ല എന്ന് മൗലാന മൗദൂദി രണ്ടാമത്തെ ഇവരുടെ ആഘാതത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ തന്നെ രണ്ടാമത്തെ ആഘാതമായി ഈ വിഷയം പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും വഇൻ അസഅതും ഫലഹാ വഇദാ ജാഅ ബഅദുൽ ആഖിറതി ലിതസൂഉ വുജൂഹക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ ഈ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. അതായത്
നോക്കുക, നിങ്ങൾ നന്മ ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടുള്ള നന്മയായി, തിന്മ ചെയ്തപ്പോഴോ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന തിന്മയുമായി. അനന്തരം രണ്ടാം വാഗ്ദാനത്തിൻ്റെ സന്ദർഭമായപ്പോൾ നാം നിങ്ങളുടെ മേൽ മറ്റു ശത്രുക്കൾക്ക് ആധിപത്യം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടാം ആഘാതത്തെ പരിശുദ്ധ ഖുർആനും വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൗലാന മൗദൂദി ഇവരുടെ മുഴുവൻ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് തഫീമുൽ ഖുർആനിലും അദ്ദേഹത്തിൻ്റെ മറ്റ് നേരത്തെ പറഞ്ഞ രചനകളിലും വിശദീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഫലസ്തീനികളുടെ പിന്നീട് അവർക്ക് വന്ന എല്ലാ സംഭവവികാസങ്ങളെയും മനസ്സിലാക്കേണ്ടത്. കാരണം അവരോട് കർത്താവ് അഥവാ അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്ന ഭൂമി, ഫലസ്തീൻ എന്ന് പറയുന്ന പുണ്യഭൂമി, അവർ നന്മ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലമായിട്ടായിരുന്നു. കർത്താവിന് ദൈവത്തെ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും പ്രവാചകന്മാരെ വണങ്ങുകയും അവരുടെ നിയമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വാഗ്ദത്ത ഭൂമി ലഭിക്കുക എന്ന് പറയുന്നൊരു വാഗ്ദാനം ഈ വേദഗ്രന്ഥങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. അത് നമുക്ക് ബൈബിളിലും കാണുവാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ് ഇസ്രായേൽ രൂപപ്പെട്ടത്? അതിക്രൂരമായ നടപടികളിലൂടെയും അതുപോലെ തന്നെ കൂട്ടക്കൊലകളിലൂടെയും വംശഹത്യയിലൂടെയുമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് അനധികൃതമായി അവരവരുടെ സ്റ്റേറ്റ് രൂപീകരിച്ചതെന്ന് മൗലാന മൗദൂദി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. കാരണം ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് ഈ ഭാഗം മുഴുവനും അറബികൾ തന്നെയായിരുന്നു. അവർക്ക് ഒരു തരത്തിലുമുള്ള ഒരു നിയമാവകാശം പോലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. പല ഭാഗങ്ങളിലും, അത് പ്രത്യേകിച്ച് സൗത്ത് ഫലസ്തീനിലാവട്ടെ നോർത്ത് ഫലസ്തീനിലാവട്ടെ, ഈ രണ്ട് ഭാഗങ്ങളുമെല്ലാം അറബികൾ നൂറ്റാണ്ടുകളായി അവിടെ തന്നെ താമസിക്കുകയായിരുന്നു. പിന്നീടാണ് അവർ തങ്ങൾക്ക് ഈ ഭൂമി ദൈവ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂമിയാണെന്ന പേരിൽ ആവശ്യമുന്നയിക്കുകയും അങ്ങനെ 1800കളുടെ അവസാനത്തിൽ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഒരു ഫലസ്തീനിൽ തങ്ങളുടെ ഒരു ഹോം ലാൻഡ് സ്ഥാപിക്കാനുള്ള അവകാശവുമായി മുന്നോട്ട് വരുന്നത്. 1886 യഥാർത്ഥത്തിൽ തിയോഡർ ഹെർസൽ ഈ ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന രചന നിർവഹിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ 1896 തിയോഡർ ഹെർസൽ സ്വിറ്റ്സർലൻഡിലെ ബേസലിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ സയോണിസ്റ്റ് കോൺഗ്രസ് ഒരുമിച്ച് കൂട്ടുന്നത്. 200-ലധികം പ്രധാനപ്പെട്ട യഹൂദ നേതാക്കന്മാരും പണ്ഡിതരും ധനികരെയും ഒരുമിച്ച് കൊണ്ടുള്ള ആ പരിപാടിയിലാണ് ഏകദേശം 50 വർഷത്തിനുള്ളിൽ ഫലസ്തീനിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമെന്നുള്ള ചർച്ചയിലേക്ക് അവരെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചർച്ചകളിലെല്ലാം മറ്റു പല നേതാക്കന്മാരും മറ്റു പല രാഷ്ട്രങ്ങളെയും കുറിച്ചും പരാമർശിച്ചിരുന്നു. ചിലർ അർജൻറ്റീനയെ പരാമർശിച്ചിരുന്നു, മറ്റു ചിലർ മഡഗാസ്കറിനെയും പരാമർശിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ തിയോഡർ ഹെർസലിനെ പോലുള്ള സയോണിസ്റ്റ് നേതാക്കന്മാർ അത് ഫലസ്തീനിൽ തന്നെ വേണമെന്ന് പറയുന്ന ഒരു അവകാശവാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉസ്മാനി ഖലീഫ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് സയോണിസ്റ്റുകളുടെ നീക്കങ്ങളെ ശക്തമായി തിരിച്ചറിയുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഫലസ്തീനിലേക്ക് പുതുതായി യഹൂദന്മാരുടെ വരവിനെ തടയുന്നതിന് വേണ്ടി നിയമം പോലും നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ഫലസ്തീനുള്ള യഹൂദന്മാർക്ക് അവർ തന്നെ താമസിക്കാമെങ്കിലും പുതിയ യഹൂദന്മാർ വരുന്നത് അത് അധികവും സയോണിസ്റ്റുകളുടെ ഇടപെടലിലൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ അത് തടഞ്ഞുകൊണ്ടിട്ടുള്ള ഉത്തരവായിരുന്നു അത്. എന്നാൽ തുർക്കിയുടെ ഉസ്മാനികളുടെ രാഷ്ട്രീയ രംഗത്ത് വരികയും അതിൻ്റെ ഫലമായി സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ സ്ഥാനനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിൽ നമുക്ക് സിയോണിസ്റ്റുകളുടെ നല്ല പങ്ക് കാണുവാൻ കഴിയും. കാരണം തിയോഡർ ഹെർസൽ തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ വന്ന് കാണുകയും ആ ഭാഗങ്ങളിൽ ഫലസ്തീനിൽ തങ്ങൾക്ക് അവിടെ ഭൂമി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഇത് നൂറ്റാണ്ടുകളായി ഉസ്മാനി സൽത്തനത്ത് ഖിലാഫത്ത് സൂക്ഷിക്കുന്ന ഭൂമിയാണ്, അത് മുസ്ലിങ്ങൾക്കുള്ള സ്വത്താണ്, അത് ഞാൻ ആർക്കും വിൽക്കുകയില്ല എന്ന് അദ്ദേഹം തിയോഡർ ഹെർസലിന് മറുപടി പറയുന്നു. ഒരു പക്ഷേ അത് തന്നെ ആവണം 1909 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനത്ത് നീക്കുമ്പോൾ അതിൻ്റെ ആ അറിയിപ്പുമായി വരുന്നത്, മുമ്പ് അദ്ദേഹത്തെ കാണുവാൻ തിയോഡർ ഹെർസലിനോടൊപ്പം വന്ന ഹാക്കാം എഫന്തി എന്ന് പറയുന്ന ആൾ തന്നെ ആയിരുന്നു എന്നത്
ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നു, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഉമ്മ എന്ന് പറയുന്ന ഒരു ലോക മുസ്ലിം ഒരു ഐക്യബോധമുള്ള സമൂഹം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അനിവാര്യമാണ്. അതിന് അത്യാവശ്യം വിശ്വാസം എന്ന് പറയുന്ന അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തെയും മുസ്ലിങ്ങളുടെ സമകാലിക വിഷയങ്ങളെക്കുറിച്ചുമുള്ള ജ്ഞാനം നിർബന്ധമായി വരുന്നു. അതിലൂടെ മുസ്ലിങ്ങൾക്കുണ്ടാവുന്ന ഒരു ജാഗ്രതയും സൂക്ഷ്മതയും വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമായി വരുന്നു. ഈ മുഴുവൻ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം, ഫലസ്തീനിന് വേണ്ടി സമരം ചെയ്യാനും മുസ്ലിങ്ങൾ തയ്യാറെടുക്കണമെന്ന് മൗലാന മൗദൂദി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇസ്രായേലി സ്റ്റേറ്റ് രൂപപ്പെട്ടതെന്നും അവരുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്നും മൗലാന മൗദൂദി വിശദീകരിച്ചുകൊണ്ട് 4 ഫേസുകളെ മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് 4 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് ഇസ്രായേലി സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടതെന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നു. അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും സയോണിസ്റ്റുകളുടെ കോൺഗ്രസ് രൂപപ്പെടുകയും അതിലൂടെ തന്നെ തുർക്കിയും അറബ് നാഷണലിസം ശക്തമാവുകയും അതിൻ്റെ ഇടയിൽ തന്നെ ഒന്നാം ലോക യുദ്ധമുണ്ടാവുകയും അങ്ങനെ 1917 ബാൽഫർ ഡിക്ലറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അതായത് 1917 ബ്രിട്ടീഷ് മേധാവികളിൽ ഒരാളായിരുന്ന ലോർഡ് ബാൽഫർ അന്നത്തെ പ്രധാനപ്പെട്ട യഹൂദ നേതാവും ധനികനുമായിരുന്ന റോത്ത്ഷൈൽഡിന് അയക്കുന്ന കത്തിൽ അത് ഫലസ്തീനിൽ യഹൂദർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്, ഒരു ഹോംലാൻഡ് തന്നെ നിർമ്മിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സമ്മതപത്രമായിരുന്നല്ലോ അത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം വരെ ആണ് മൗലാന മൗദൂദി 1880 മുതൽ 1917 വരെയുള്ള ഈ ഒരു കാലഘട്ടം വരെ അതിനെ ഫസ്റ്റ് ഫേസായി മൗദൂദ് സാഹിബ് പരിഗണിക്കുന്നു. ഏകദേശം 37 വർഷമെങ്കിലും അത് നീണ്ടു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ്, അതായത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻ്റെ വരവും അതിൽ പ്രധാനികളായ ബ്രിട്ടീഷ്, ഫ്രാൻസ് സാമ്രാജ്യത്വങ്ങൾ ലീഗ് ഓഫ് നേഷൻ്റെ തന്നെ സഹായത്തോടു കൂടി തന്നെ 1922 ഈ ഷാം എന്ന് പറയുന്ന ഗ്രേറ്റർ സിറിയ പ്രൊവിൻസസ് പല ഭാഗങ്ങളായി വേർതിരിച്ചെടുക്കുകയും അങ്ങനെ ഫലസ്തീനിനെ ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഘട്ടമാണ്. അപ്പോൾ ബ്രിട്ടീഷ് മാൻഡേറ്റിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി സയോണിസ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാരെ ഫലസ്തീനിൽ അവിടെ കുടിയിരുത്തുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഫലസ്തീനിലുള്ള മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് ഖിലാഫത്തിൻ്റെ അവിടുത്തെ അധികാര പങ്കാളിത്തം ഇല്ലാതാവുകയും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഫലസ്തീൻ പൂർണ്ണമായി മാറുകയും അത് അക്ഷരാർത്ഥത്തിൽ സയോണിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുന്നു. ഈ ഒരു ഘട്ടത്തെ വരെയാണ് രണ്ടാം ഘട്ടമായി മൗദൂദ് സാഹിബ് എണ്ണുന്നത്. പിന്നെ മൂന്നാം ഘട്ടമായി മൗലാന മൗദൂദി പറയുന്നത്, അതായത് ഈ ഘട്ടം മുതൽ സെക്കൻഡ് ഫേസിൻ്റെ ഈ ഒരു ഘട്ടം 1917 മുതൽ 1947 വരെ നീണ്ടു നിൽക്കുന്നു. അതായത് ഒരു സ്റ്റേറ്റ് രൂപീകരണത്തിനുള്ള മുഴുവൻ പശ്ചാത്തലം ഒരുക്കുന്ന ഒരു ഘട്ടം വരെയാണ് രണ്ടാം ഘട്ടമായി മൗലാന മൗദൂദി എണ്ണുന്നത്. മൂന്നാം ഘട്ടം, അതായത് സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ചുറ്റുപാടുമുള്ള അറബ് മുസ്ലിം നാടുകളുമായി യുദ്ധം ചെയ്യുകയും അങ്ങനെ ഫലസ്തീൻ്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സിനായ് പെനിൻസുല തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നു. ഗൂലാൻ കുന്നുകൾ സിറിയയുമായി യുദ്ധം ചെയ്ത് തങ്ങളുടെ ഭാഗത്തേക്ക് എത്തുന്നു. അങ്ങനെ 1967 യുദ്ധത്തിൽ പല ഭാഗങ്ങളും, കുറച്ചും കൂടി ഈജിപ്തിൻ്റെ ഭാഗങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെയുള്ള വിവിധ അറബ് രാഷ്ട്രങ്ങളുമായി വിവിധ സന്ധികളിൽ ഏർപ്പെടുകയും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുവാനും ഇവർക്ക് കഴിയുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ നിരുപാധികമായ പിന്തുണയോടുകൂടി ഈ വിഷയങ്ങളെല്ലാം, ഈ യുദ്ധങ്ങളിലും ഈ കരാറുകളിലും മുന്നിട്ട് നിൽക്കുവാൻ ഇസ്രായേൽ എന്ന് പറയുന്ന സയോണിസ്റ്റ് സ്റ്റേറ്റിന് കഴിയുന്നു എന്നും ഇതാണ് മൂന്നാമത്തെ ഘട്ടമായി മൗലാന മൗദൂദി പരിഗണിക്കുന്നത്. നാലാമത്തെ ഘട്ടമായി പറയുന്നത് തീർച്ചയായും അത് ഒന്ന് മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തു സഹറ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിലെ പ്രധാനപ്പെട്ട മസ്ജിദുകളുടെ തകർച്ചയും അവിടെ ഹൈക്കൽ സുലൈമാനിയുടെ രൂപീകരണവുമാണ് എന്ന് മൗലാന മൗദൂദി പ്രത്യേകം എണ്ണുന്നു. കാരണം ഇപ്പോൾ നമുക്കറിയാം ഫലസ്തീനുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിൽ വിവിധ
തീവ്രവാദികളായ, അതായത് അൾട്രാ ടെററിസ്റ്റ് വിഭാഗങ്ങളായ വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും മസ്ജിദുൽ അഖ്സ തന്നെ തകർത്തുകൊണ്ട് അവിടെ ഹൈക്കൽ സുലൈമാനി പുനർനിർമ്മിക്കണമെന്ന് പറയുന്ന ഒരു അവകാശം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ മൗലാന മൗദൂദി പ്രധാനമായും ഈ കുറച്ച് പോയിന്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ ശക്തികൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അമേരിക്കയുടെ സപ്പോർട്ട് എത്ര കാലത്തോളം അവർ കയ്യിലുണ്ടോ ഒരിക്കലും ഇസ്രായേൽ അവർ നടത്തുന്ന വലിയ ക്രൂരതകളിൽ നിന്ന് പിന്നോക്കം മാറാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടങ്ങളിൽ ഫലസ്തീനികളെ കൂടുതൽ സഹായിച്ചിരുന്ന സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, അതായത് ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധരായിരുന്ന സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഫലസ്തീൻ അനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ ക്രൂരതകളിൽ നിന്ന് അവരെ അവരുടെ ക്രൂരതകളിൽ നിന്ന് ഈ സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെ സഹായം നമുക്ക് പ്രത്യേകമായി പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് മൗദൂദി സാഹിബ് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അവരിൽ നിന്ന് ആയുധം ലഭിച്ചേക്കാം, എന്നാൽ പോലും സോഷ്യലിസവും അതുപോലെ തന്നെ മതത്തോടുള്ള ഇവരുടെ കാഴ്ചപ്പാടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫലസ്തീനിൻ്റെയും അവിടുത്തെ പുണ്യഭൂമികളെയും കുറിച്ചിട്ടുള്ള ഒരു നേരിട്ടുള്ള ഇടപെടലുകളിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്ന് മധു സാഹിബ് ചിന്തിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ ഒരു ഉപകാരവുമില്ലാത്ത ഒരു സിസ്റ്റമായി മധു സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. ഫലസ്തീനിൽ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെ ഒരു തരത്തിലും തടയാനുള്ള അധികാരപരിധി ഇല്ലാത്ത ഒരു വിഭാഗമായി യുണൈറ്റഡ് നേഷൻ മാറിയിരിക്കുന്നു എന്നത് 1969 പറഞ്ഞ ആ ഒരു വർത്തമാനം ഏകദേശം 4-5 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴും സത്യമായി തുടരുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ തന്നെ മൗലാന മൗദൂദി മറ്റൊരു വിഷയോടെ പറയുന്നത്, ഈ ഒരു വിഷയത്തെ തടുക്കുവാൻ എത്ര വലിയ അറബ് സൈനികമാണെങ്കിൽ പോലും അവർ ദുർബലരായി മാറുന്നു, ഇസ്രായേലിനെ അവർക്ക് തടയാൻ കഴിയില്ല എന്നൊരവസ്ഥയും കൂടി മൗദൂദി സാഹിബ് വിശദീകരിക്കുന്നു. കാരണം കഴിഞ്ഞ ഈ യുദ്ധങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ വിജയവും അറബ് നാടുകളുടെ പരാജയവും അറബ് നാടുകൾ ഇസ്രായേലിന് മുമ്പിൽ കുമ്പിടുന്നതും വഴങ്ങുന്നതും മൗദൂദി സാഹിബ് വിശദീകരിച്ചു കൊണ്ടാണ് ഇത് പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കാരണം ഈ ഫലസ്തീൻ വിരുദ്ധരായ ആരൊക്കെ ഫലസ്തീനിലെ പോരാട്ടങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരോടും ഇസ്രായേൽ വിരുദ്ധരായവരോടുമെല്ലാം മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ നിരുപാധികമായ പിന്തുണ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇറാനിയൻ റവല്യൂഷൻ 1979 ഉണ്ടായപ്പോൾ ആദ്യമായി ഇറാനിയൻ റവല്യൂഷനെ അംഗീകരിച്ചത് മൗലാന മൗദൂദി തന്നെയാണ്. കാരണം ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാവേണ്ട പ്രധാന ഒരു കാരണം പോലും അമേരിക്കൻ ഇസ്രായേലി ഇടപെടലുകൾക്കെതിരെ ഇറാനിയൻ ജനത ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ അണിനിരന്നത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇറാനിയൻ റവല്യൂഷനെ ആദ്യമായി അംഗീകരിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിൽ മൗലാന മൗദൂദിയുടെ സാന്നിധ്യത്തെ നമുക്ക് ആ വിഷയത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി ഈ ഒരു സാഹചര്യമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഫലസ്തീനിൽ അനിവാര്യമായും ജിഹാദ് വേണമെന്നും അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയെ സംരക്ഷിക്കുക എന്നത് ലോക മുസ്ലിങ്ങളുടെ പൊതുവായ ഒരു താല്പര്യമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാൽഫർ ഡിക്ലറേഷന് ശേഷം അവിടെ വന്ന എല്ലാ യഹൂദന്മാരും പിരിഞ്ഞു പോകണമെന്നും അവിടെ അതിന് മുമ്പുണ്ടായിരുന്ന ഫലസ്തീനികൾ ആരായിരുന്നോ, അത് യഹൂദന്മാരാണെങ്കിൽ ക്രിസ്ത്യാനികളും, അവരൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നാടിനെയാണ് മൗലാന മൗദൂദി വിശദീകരിച്ച് പറയുന്നത്. അതായത് അമേരിക്കയുടെയും ബാക്കിയുള്ളവരുടെയും സഹായത്തോടു കൂടി ഈ ശക്തമായ അക്രമം തുടരുമ്പോഴും അവരുടെ സഹായത്തോടു കൂടി വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള യഹൂദർ അവിടെ വരുമ്പോഴും ഫലസ്തീനികൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നാണ് മൗലാന മൗദൂദി വിശദീകരിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഒരിക്കലും ഒരു അനുകൂലമായ ധാർമ്മികമായ സാഹചര്യം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അവർ പരമാവധി സയോണിസ്റ്റുകൾക്ക് നിരുപാധികമായ പിന്തുണയാണ് നൽകുന്നതെന്നും മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ, അതായത് നിശബ്ദമായ മുസ്ലിങ്ങളുടെ ഒരു സമീപനമാണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും ഒരു
ഫലസ്തീനികൾക്ക് വിജയം സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതായത് ലോക മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഐക്യബോധം ഫലസ്തീൻ വിഷയം ഉണ്ടാവണമെന്ന് അദ്ദേഹം പറയുന്നു. മസ്ജിദുൽ അക്സയുടെ സംരക്ഷണം ലോക മുസ്ലിങ്ങളുടെ സംരക്ഷണമായും ഫലസ്തീനിൻ്റെ വിമോചനം ലോക മുസ്ലിങ്ങളുടെ കൊളോണിയലിസത്തിൽ നിന്നും പടിഞ്ഞാറൻ അധിനിവേശത്തിൽ നിന്നുള്ള വിമോചനമായിട്ടാണ് മൗലാന മൗദൂദി ഈ ഫലസ്തീൻ വിമോചനത്തെ വിശദീകരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഈ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രമായ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് വിവിധ പ്രക്ഷോഭങ്ങൾ ഇടപെടുകയും ചെയ്യുന്നതോടുകൂടി തന്നെ ലോക മുസ്ലിം വിഷയത്തിൽ അതിലേറ്റവും ഫോക്കൽ പോയിൻ്റായ ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ സംസാരിക്കുകയും ലോക മുസ്ലിങ്ങളുടെ ജനസമക്ഷത്തിലേക്ക് അത് സമർപ്പിക്കുകയും ചെയ്യുക എന്നത് മൗലാന മൗദൂദി തൻ്റെ ദൗത്യമായി ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധയിൽ ആകർഷിപ്പിക്കാൻ കഴിഞ്ഞ ഇഖ്വാൻ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ പ്രത്യയശാസ്ത്ര വളർച്ചയ്ക്കും അവരുടെ ലോകവീക്ഷണത്തിനും ഏറ്റവും കൂടുതൽ നന്നായി സംഭാവനകൾ അർപ്പിക്കുകയും അടിത്തറയായി മാറുകയും ചെയ്തത് മൗലാന മൗദൂദിയുടെ ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മൗദൂദി സാഹിബ് എന്ന് പറയുന്ന പണ്ഡിതനായ ആക്ടിവിസ്റ്റായ അതുപോലെ തന്നെ ദീർഘവീക്ഷണമുള്ള ലോക ജനതയുടെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു വരും കാല ഭാവി പ്രത്യാശപൂർണമാവണം എന്ന് പറയുന്ന ചിന്ത സമർപ്പിച്ച ഒരു പണ്ഡിതനായിരുന്നു. അതിൽ ഫലസ്തീൻ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഏറ്റവും പ്രധാനമായ വിഷയമായി മാറിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.